قُلْنَا اهْبِطُوا مِنْهَا جَمِيعًا فَإِمَّا يَأْتِيَنَّكُمْ مِنِّي هُدًى فَمَنْ تَبِعَ هُدَايَ فَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ وَالَّذِينَ كَفَرُوا وَكَذَّبُوا بِآيَاتِنَا أُولَئِكَ أَصْحَابُ النَّارِ هُمْ فِيهَا خَالِدُونَ. ആയത്ത് 38. قُلْنَا اهْبِطُوا مِنْهَا جَمِيعًا, നാം പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇവിടെ നിന്നും ഇറങ്ങുക. فَإِمَّا يَأْتِيَنَّكُمْ مِنِّي هُدًى, ഇനി എൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങളിലേക്ക് സന്മാർഗം വന്നെത്തിയാൽ, മാർഗദർശനം വന്നാൽ, فَمَنْ تَبِعَ هُدَايَ فَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ, അപ്പോൾ എൻ്റെ മാർഗദർശനം പിൻപറ്റുന്നവരുടെ മേൽ യാതൊരു ഭയവും ഉണ്ടാകുന്നതല്ല, അവർ വ്യസനിക്കുന്നതുമല്ല. വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ ഉലൈക, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും കളവാക്കുകയും ചെയ്യുന്നവർ, ഉലൈക അസ്ഹാബുൻ നാർ, അവർ നരകത്തിന്റെ ആളുകളാകുന്നു. ഹും ഫീഹാ ഖാലിദൂൻ, അവർ നരകത്തിൽ ശാശ്വതരായിരിക്കും. ആദം അലൈഹിസ്സലാം അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു. അള്ളാഹു പശ്ചാത്താപം സ്വീകരിച്ചു. തുടർന്ന് അള്ളാഹു പറഞ്ഞു, നിങ്ങളെല്ലാവരും, താങ്കളും ഭാര്യയും അതുപോലെ സന്താനങ്ങളും എല്ലാവരും ഭൂമിയിലേക്ക് ഇറങ്ങുക. നേരത്തെ ഇറങ്ങുക എന്നൊരു വചനം വന്നു. അത് ദേഷ്യത്തിന്റെ ശൈലിയിലായിരുന്നു. ഇവിടെ സമാശ്വാസത്തിന്റെ രീതിയിലാണ്. തൽക്കാലം നിങ്ങൾ ഇറങ്ങുക, കാരണം തീരുമാനിക്കപ്പെട്ടൊരു കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഭൂമി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ധാരാളം പ്രവർത്തനങ്ങളും പദ്ധതികളും ചരിത്രങ്ങളും നടക്കേണ്ടതായിട്ടുണ്ട്. ആകയാൽ ഇറങ്ങുക. പിന്നെ ഈ വീട്ടിലേക്ക് നിങ്ങൾ മടങ്ങി വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തറവാട്ടിലോട്ട് മടങ്ങാൻ സാധിക്കും. അതിന് ഈ പറയുന്ന നിയമം ശ്രദ്ധിച്ച് കേൾക്കിൻ. فَإِمَّا يَأْتِيَنَّكُمْ مِنِّي هُدًى, എൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് മാർഗദർശനം വന്നാൽ, മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ മഹാന്മാരായ നബിമാർക്കും ആ നബിമാരിലൂടെ അല്ലയോ ജനങ്ങളെ, ആദം സന്തതികളെ, നിങ്ങൾക്കും എൻ്റെ മാർഗദർശനം വന്നാൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതിനാണ് ശരീഅത്ത്, ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിക ശരീഅത്ത് അത് പുതിയതല്ല, ഇന്നലത്തെ നിർമ്മിതിയല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആരംഭിച്ചതുമല്ല. മുഴുവൻ നബിമാർക്കും അല്ലാഹു തആല ഈ ജീവിത പദ്ധതി പറഞ്ഞു കൊടുത്തിരുന്നു.
അതിൻ്റെ അന്തിമ വ്യക്തിത്വമാണ്, അവസാനത്തെ സമ്പൂർണമായ രൂപമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശരീഅത്ത്. ആകയാൽ നിങ്ങൾക്ക് എൻ്റെ ഭാഗത്തു നിന്നും മാർഗദർശനം വരുമ്പോൾ നിങ്ങളത് സ്വീകരിക്കണം. കാരണം എന്താണ്? فمن تبع هداي فلا خوف عليهم ولا هم يحزنون. എൻ്റെ മാർഗദർശനം ആര് പിൻപറ്റുമോ അവന് ഒന്നും ഭയപ്പെടേണ്ടതില്ല, ഈ ലോകത്തും ഭയപ്പെടേണ്ടതില്ല, നാളെ പരലോകത്തും ഭയപ്പെടേണ്ടതില്ല. അവൻ ഈ സ്വർഗത്തിൽ തിരിച്ചെത്തുന്നതാണ്, ഇതിനേക്കാളും ഉന്നതമായ നിലയിൽ ഉന്നത സ്വർഗത്തിലെത്തുന്നതാണ്. فلا خوف عليهم ولا هم يحزنون. അങ്ങനെയുള്ളവർ അല്പം പോലും വ്യസനിക്കുന്നതുമല്ല, യാതൊരു നഷ്ടവും അവർക്ക് സംഭവിക്കുന്നതല്ല, ഈ ലോകത്തും നാളെ പരലോകത്തും. ഈ വചനത്തിന് വേറൊരു സൂചനയും കൂടിയുണ്ട്. പടച്ചവന് പൊരുത്തമായ നിലയിലാണ് ജീവിക്കുന്നത്, വേറെ ഒന്നിനെയും പേടിക്കേണ്ടതില്ല, വേറെ ഒന്നിലും വ്യസനിക്കേണ്ടതുമില്ല. فلا خوف عليهم ولا هم يحزنون. വാഹനത്തിൽ ഇരിക്കുന്നു, വാഹനത്തിന്റെ ആളുകൾ വന്ന് പറയുന്നു, നിങ്ങൾ വിശ്രമിച്ചു കൊള്ളിൻ, എത്ര വലിയ ആനന്ദമായിരിക്കും. ആകയാൽ പടച്ചവന്റെ മാർഗദർശനം അനുസരിച്ച് ജീവിക്കാൻ നാം ഓരോരുത്തരും തീരുമാനമെടുക്കുക. അത് സുരക്ഷയുടെ മാർഗമാണ്, സമാധാനത്തിന്റെ മാർഗമാണ്, അത് സന്തോഷത്തിന്റെ വഴിയാണ്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിലെ ആളുകൾ സമാധാനപ്പെട്ടുകൊണ്ടിരിക്കാൻ പറയുന്നത് അവരുടെ പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്, അവരുടെ ഒരു സങ്കല്പമാണ്. പടച്ചവൻ എല്ലാ യാത്രകളും മംഗളകരമാക്കുമാറാകട്ടെ. പക്ഷെ ഈ വചനം പറയുന്നത് പടച്ചവനാണ്, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നവൻ, എല്ലാ കാര്യങ്ങളും നടത്തുന്നവൻ. പടച്ചവൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ മാറ്റമില്ല. പടച്ചവൻ എന്തെങ്കിലും നൽകിയാൽ അതിനെ തടയാനാരുമില്ല. ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. അതുകൊണ്ട് നല്ല മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരുടെ യാത്ര സഫലമായിരിക്കും, സുഗമമായിരിക്കും. രണ്ടാം ഭാഗം കൂടി പറയുന്നു, വല്ലദീന കഫറൂ വകസ്സബൂ ബിആയാതിനാ. എന്നാൽ നമ്മുടെ വചനങ്ങൾ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ആരെങ്കിലും നിഷേധിക്കുകയും അതിനെ കളവാക്കുകയും ചെയ്താൽ, പിശാചിന്റെ പ്രേരണ കാരണം, മനസ്സിന്റെ ദുർബോധനങ്ങൾ നിമിത്തം, സാഹചര്യത്തിന്റെ ഒഴുക്കിനനുസരിച്ച് ആരെങ്കിലും നിഷേധത്തിന്റെയും ധിക്കാരത്തിന്റെയും മാർഗം സ്വീകരിച്ചാൽ, ഉലൈക അസ്ഹാബുന്നാർ, അവർ നരകത്തിന്റെ ആളുകളാണ്. അവരുടെ യാത്ര നരകത്തിൽ ചെന്ന് അവസാനിക്കുന്നതാണ്. പരലോകം മഹാമോശമാണ്, ഇഹലോകവും ദുഃഖകരമായിരിക്കും. ഈ ലോകത്ത് നല്ല നിലയിൽ ജീവിക്കുന്നവരോട് ചോദിച്ചു നോക്കിൻ, അവരുടെ ജീവിതം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും വലിയ സമാധാനവും സന്തോഷപ്രദവുമാണ്. നിഷേധികളും ധിക്കാരികളും ഈ ലോകത്ത് തന്നെ അസ്വസ്ഥരും അസമാധാനമുള്ളവരും എന്തും കിട്ടിയിട്ടും ആർത്തിയിൽ കഴിയുന്നവരുമാണ്. ഹും ഫീഹാ ഖാലിദൂൻ. അവസാനം നരകത്തിലെത്തും, നരകത്തിൽ കാലാകാലം കഴിയേണ്ടി വരും. നിഷേധവും ധിക്കാരവും വലിയ പാപമാണ്, കടുത്ത കുറ്റമാണ്. ഒരു പാപം ഒരു മനുഷ്യൻ ചെയ്യുന്നു, അവൻ പശ്ചാത്തപിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കും.
പശ്ചാത്തപിക്കുന്നവരുടെ പശ്ചാത്താപം പടച്ചവൻ സ്വീകരിക്കുകയും ചെയ്യും. പക്ഷേ നിഷേധം, കളവാക്കൽ, പടച്ചവന്റെ വചനങ്ങളെ നിന്ദിക്കൽ, ഇവർ പശ്ചാത്തപിക്കുമെന്ന് പ്രതീക്ഷിക്കാനേ സാധിക്കുകയില്ല. വളരെയധികം പേടിക്കേണ്ട പാപമാണ്. പലപ്പോഴും സമുദായത്തിൽ പോലും അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. ആകയാൽ മനസ്സിലാക്കി, പാപം ഒന്നാണ്, നിഷേധം മറ്റൊന്നാണ്. ഒരു കാര്യം നന്മ ചെയ്യാതിരിക്കൽ ഒന്നാണ്, ഒരു നന്മയെ കളവാക്കൽ, അതിനെ കളിയാക്കൽ, ഇത് ഗുരുതരമായ പാപമാണ്. ചുരുക്കത്തിൽ ലോകത്തിന്റെ ആരംഭത്തിൽ തന്നെ പടച്ചവൻ നൽകിയ നിർദ്ദേശമാണ്. ഇതോടുകൂടി മനുഷ്യോൽപത്തിയുമായി ബന്ധപ്പെട്ട പടച്ചവന്റെ ഭാഷണം ഇവിടെ അവസാനിക്കുകയാണ്. ആകയാൽ നമ്മൾ ഈ സമയത്ത് തീരുമാനമെടുക്കും, പടച്ചവന്റെ ഹിദായത്ത്, മാർഗദർശനം മഹാന്മാരായ നബിമാരിലൂടെ അള്ളാഹു അവതരിപ്പിക്കുകയും സയ്യിദുൽ കൗനൈൻ, ഖാതിമുൻ നബിയീൻ, അഷ്റഫുൽ അവ്വലീന വൽ ആഖിരീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സരളവും സമ്പൂർണവുമാക്കിയ ഇസ്ലാമിക ശരീഅത്തിനെ പഠിക്കാനും പകർത്താനും പ്രചരിപ്പിക്കാനും തയ്യാറാകും. അതൊരു ഭാഗത്ത് സമ്പൂർണമാണ്, മറുഭാഗത്ത് സരളമാണ്, അങ്ങേയറ്റം സുന്ദരമാണ്. അതിനെ പഠിക്കുന്ന ഖുർആനിലൂടെ, ഹദീസിലൂടെ പരസ്പരം പ്രേരിപ്പിച്ച് സ്വന്തം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് അനുഭവത്തിലൂടെ മനസ്സിലാക്കി മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കും. ആരാണ് പടച്ചവന്റെ മാർഗദർശനത്തെ പഠിക്കുകയും പകർത്തുകയും അതിനെ പിൻപറ്റുകയും ചെയ്യുന്നത്, അവരുടെ ജീവിതം ഭയരഹിതമായിരിക്കും, വ്യസനങ്ങളും ദുഃഖങ്ങളും ഇല്ലാത്തതായിരിക്കും. قُلْنَا اهْبِطُوا مِنْهَا جَمِيعًا فَإِمَّا يَأْتِيَنَّكُم مِّنِّي هُدًى فَمَن تَبِعَ هُدَايَ فَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ. ആദം അലൈഹിസ്സലാം മുതൽ ഇന്ന് വരെയുമുള്ള സന്മാർഗത്തെ അനുധാവനം ചെയ്തവരോട് ചോദിച്ചു നോക്കിൻ, അവർ പറഞ്ഞു തരും, ഈ ലോക ജീവിതവും ഭയരഹിതമായിരുന്നു, സങ്കടമില്ലാത്തതായിരുന്നു. മരണത്തോടുകൂടി ആരംഭിച്ച യഥാർത്ഥ ജീവിതം വലിയ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും വിജയത്തിന്റെയുമായിരുന്നു. വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുന്നാർ. നിഷേധികളുടെയും അഹങ്കാരികളുടെയും അന്ത്യം നരകമാണ്. ഈ ലോകവും നരക ജീവിതമായിരിക്കും, അന്ത്യം മഹാനരകമാണ്. ഹും ഫീഹാ ഖാലിദൂൻ. അതിൽ അവർ ശാശ്വതരായിരിക്കും. വളരെ പ്രധാനപ്പെട്ട വാഗ്ദാനവും ശക്തമായ മുന്നറിയിപ്പും ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.